ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ടൈറ്റിൽ കണ്ടു കാണും, അർജൻറ്റ് മെസ്സേജസ്. എന്താണ് പ്രേക്ഷകർ അർജൻ്റ്ലി അറിയാനുള്ളത്? അതിനു മുമ്പ് രണ്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്, പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന രണ്ട് അനൗൺസ്മെൻറ്റ്സ് ആണ്. സോ കണ്ടു നോക്കുക, ഓക്കെ, സ്കിപ്പ് ചെയ്യാതിരിക്കുക. സോ ഹായ് ഗൈസ്, ഇതാണ് അനൗൺസ്മെൻറ്റ്. ഇത് രണ്ട് കപ്പാണ്, ഓക്കെ. ഇത് സാധാരണ കപ്പല്ല, ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ആൻഡ് ബിസിനസ് കരിയർ ഓറിയൻറ്റഡ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള കപ്പാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കപ്പാണ്, ഓക്കെ. സോ ഇതിൻ്റെ പ്രത്യേകത പറയാം. ഇത് കുട്ടികൾക്കുള്ള കപ്പാണ്, ഓക്കെ. ഇതിൽ മന്ത്രങ്ങൾ, ഓക്കെ, കുഞ്ഞുങ്ങളുടെ പഠനത്തിനുള്ളത്, വിജയത്തിനുള്ളത്, ഫോക്കസ് വർദ്ധിപ്പിക്കാനുള്ളത്, ഓക്കെ, അതിനുള്ള സ്വിച്ച് വേർഡ്സ്, നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം ഇവിടെ, ഓക്കെ. നമ്പേഴ്സ് ആസ് വെൽ ആസ് മന്ത്രം ആൻഡ് ചില സ്പിരിച്വൽ സൈൻസ്, ഓക്കെ. റൂൺ സൈൻ എന്ന് പറയാം, പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, റൂൺ സിമ്പിൾ, ഓക്കെ. അതാണ് ഈ കപ്പിൽ എടുത്ത് ചെയ്തിരിക്കുന്നത്, ഓക്കെ. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കുട്ടികൾ പലപ്പോഴും പലതും പഠിക്കും, പക്ഷേ അവർക്ക് ഓർമ്മയുണ്ടാവാറില്ല, ഓക്കെ. ചില സമയത്ത് അവർ മറന്നു പോകും, ഓക്കെ. ചില സമയത്ത് അവർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്താണ് എഴുതേണ്ടത് എന്നത് ഓർമ്മയിരിക്കില്ല, ഓക്കെ. മടിയായിരിക്കാം, ഓക്കെ, ടയർഡ്നെസ് ആയിരിക്കാം, പഠിത്തത്തിൽ ഒരു ഉന്മേഷം കാണില്ല. സോ അതൊക്കെ നികത്താൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കപ്പാണ്. ആൻഡ് ബിലീവ് മീ, ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഗ്രൂപ്പിലെ ക്ലയൻസിന് കൊടുത്തു കഴിഞ്ഞു, ഓക്കെ. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ. എൻ്റെ റിലേറ്റീവിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ആൻഡ് ദർ ആർ സച്ച് ബ്യൂട്ടിഫുൾ ഇംപ്രൂവ്മെൻറ്റ്സ്, വളരെ നല്ല ഇംപ്രൂവ്മെൻ്റ് ആണ്, ഓക്കെ. നിങ്ങളുടെ ഫോക്കസിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു കപ്പാണ്. സോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? വെള്ളം, ഓക്കെ, വെള്ളം ഇതിൻ്റെ ഒഴിച്ച് നിങ്ങൾ കുടിക്കുമ്പോൾ, ഓക്കെ, ഇതിൻ്റെ എനർജി, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ എനർജി ഇൻക്രീസ് ആകുകയാണ്. അതാണ് ഇതിൻ്റെ ബേസിക്. ഓൾ റൈറ്റ്. ആൻഡ് സെയിം തിങ് ആണ് ബിസിനസ് കപ്പ് വിച്ച് ഐ ആം യൂസിങ്, ഓക്കെ. ഇതിലും സെയിം കാര്യങ്ങളാണ്, ഓക്കെ. സ്വിച്ച് വേർഡ്സ് ഉണ്ട്, മണി നമ്പേഴ്സ് ഉണ്ട്, ഓക്കെ, സിമ്പിൾസ് ഉണ്ട്. ഇതെന്താണ് ചെയ്യുന്നത്? ഈ കപ്പിൽ നിങ്ങൾ ചായ, കോഫി, ജ്യൂസ്, വെള്ളം നിങ്ങൾ ഇതിലിട്ട് കുടിക്കുമ്പോൾ ആ വെള്ളം ഈ നമ്പേഴ്സ്, ഈ സ്വിച്ച് വേർഡ്സുമായിട്ട് എനർജൈസ് ആകുന്നതാണ്, ഓക്കെ. ആൻഡ് അത് തന്നെയാണ് നിങ്ങൾ കുടിക്കുന്നത്. സോ ബേസിക്കലി വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, ഓർ ലിക്വിഡ് മാനിഫെസ്റ്റേഷൻ എന്നത് പറയാം. ഓൾ റൈറ്റ്. സോ ഈ ഒരു കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് എൻ്റെ അടുത്ത് അവൈലബിൾ ഇൻ ദ സെൻസ്, ഞാൻ ഒരു ബാച്ച് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. സോ സെക്കൻഡ് ബാച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. ഓൾ റൈറ്റ്. ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണിത്. ഞാൻ മാത്രമല്ല, എൻ്റെ ക്ലയൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ. എൻ്റെ കുഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു വാണ്ട്, ഓക്കെ. ആൻഡ് ആക്ച്വലി എനർജൈസ് ചെയ്ത്, ദാറ്റ് ഈസ് എത്ര എനർജി ഉണ്ട് ഈ കപ്പിൽ നിന്ന് കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ബട്ട് സമയപരിധി കാരണം ഞാൻ കപ്പ് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒക്കുമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആ എനർജൈസിങ് കാണിച്ചു തരുന്നതാണ്, ഓക്കെ. ഐ ഹോപ്പ് സോ, ഇഫ് ഐ ഗെറ്റ് ദ ടൈം, ഓക്കെ. സോ ഈ രണ്ട് കപ്പാണ് ഒരു അനൗൺസ്മെൻറ്റ്. ചാർജേഴ്സിന് വേണ്ടിയിട്ട് പേഴ്സണൽ വാട്സപ്പ് നമ്പറിലോ സെയിൽസ് ടീം നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നൗ സെക്കൻഡ് അനൗൺസ്മെൻറ്റ്, ഡിവൈൻ വൂൾഫ്. ഇപ്പോൾ കഴിഞ്ഞ ഫുൾ മൂൺ വൂൾഫ് മൂൺ ആയിരുന്നു, റൈറ്റ്. സോ ഡിവൈൻ വൂൾഫിൻ്റെ ഗൈഡഡ് മെസ്സേജസ് എനിക്ക് ഗൈഡൻസ് കിട്ടിയിട്ട് ഞാനത് അനൗൺസ് ചെയ്തു. ഏറെ ഡിവൈൻ വൂൾഫ് ചാനൽ മെസ്സേജസ് ഓപ്റ്റ് ചെയ്തു. ആൻഡ് ബിലീവ് മീ, ഞാൻ തന്നെ വളരെ ഷോക്കിലാണ്, ഓക്കെ. ബിക്കോസ് ഡിവൈൻ വൂൾഫ് മെസ്സേജസ് ഇത്ര ഭംഗിക്ക് ഓരോ മെമ്പേഴ്സിൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി റെസനേറ്റ് ചെയ്ത ഒരു മെസ്സേജാണ്, ഓക്കെ. ആൻഡ് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് കാണാം, ഓക്കെ. ആൻഡ് ഇവിടെ ഞാൻ വീഡിയോയിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, അക്കോർഡിംഗ് ടു ദ ടാരോയിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതാണ്, അവിടെയും ചെന്ന് കാണാവുന്നതാണ്, ഓക്കെ. സോ ഇതാണ് രണ്ട് അനൗൺസ്മെൻറ്റ്സ്. സോ ഡിവൈൻ വൂൾഫ് ചാനൽ മെസ്സേജസ് വേണ്ട പ്രേക്ഷകർക്ക് ഓപ്റ്റ് ചെയ്യാം.
ഡിവൈൻ വൂഫ് ചാനൽ മെസ്സേജസ് അഗെയിൻ പെയ്ഡ് മെസ്സേജസ് ആണ്. ഓക്കെ, ബുക്ക് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 5 to 6 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡിവൈൻ വൂഫിൻ്റെ മെസ്സേജസ് ലഭിക്കുന്നതാണ്. സോ നൗ അർജുൻ മെസ്സേജസ് എന്താണ് എന്നത് നോക്കാം. സോ നോക്കാം അർജുൻ മെസ്സേജസ്. ഓക്കെ, Knight of Swords, 3 of Cups, 4 of Pentacles, 6 of Swords, and the Death card. 2 of Swords, Queen of Cups, King of Pentacles, and 9 of Pentacles. Okay, so urgent messages പ്രേക്ഷകർക്ക് പ്ലാനറ്റ്സ് അലൈൻ ആകുകയാണ്, വിച്ച് ഇസ് എ വെരി പവർഫുൾ അലൈൻമെൻറ്റ്. ഓക്കെ, ഈ ഒരു അലൈൻമെൻറ്റ് പലരുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. സോ അതിൻ്റെ സൂചകമാണ് ഈ അർജൻറ്റ് മെസ്സേജസ്. നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നതാണ്. സോ നിങ്ങൾ സർപ്രൈസ് ആകുന്ന രീതിയിൽ, സപ്പോസ് നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു ആൻഡ് അത് ഫ്ലോപ്പായി, നിങ്ങളത് വിട്ടു. ഓക്കെ, ഇനി നിങ്ങളത് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു, ബട്ട് സഡൻലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ന്യൂസ് ലഭിക്കും. ഓക്കെ, നിങ്ങളുമായിട്ട് ചേരുന്ന ആൾക്കാർ, ഓക്കെ, ചില മെമ്പേഴ്സിന് അവരുടെ സോൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും. ചില മെമ്പേഴ്സ് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദറിൽ കൂടുന്നതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു നല്ലൊരു ടൈം എൻജോയ് ചെയ്യുന്നതാണ്. ഓക്കെ, 4 of Pentacles ആണ്. ചിലർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് സാമ്പത്തിക സ്ഥിരത വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത്തിരി ട്രിക്കിയാണ്. 6 of Swords ആൻഡ് ഡെത്ത് കാർഡ് ആണ് വന്നത്. നിങ്ങൾ വളരെ സ്മൂത്ത്ലി, ഓക്കെ, നിങ്ങളുടെ ലൈഫ് എല്ലാം ഒന്ന് നല്ല രീതിയിൽ ആക്കി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിഷമങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് മറ്റാൾക്കാരെ ഫോർഗീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോർഗീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് നിങ്ങളെ ഇനിയും ആ ഒരു ഡാർക്ക് മൂഡ് എന്താണ്, എവിടെ നിങ്ങളെപ്പോഴും വിഷമിക്കുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു, ആ ഒരു മൂഡിൽ നിങ്ങളെ വെക്കും. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങേണ്ട അത്യാവശ്യമാണ്. കാരണം ഈ ഒരു മൂഡാണ് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല, ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് നമ്മൾ പറയും, റൈറ്റ്? ഈ ദൈവത്തിൻ്റെ കയ്യിലാണ് ചില കാര്യങ്ങൾ പറയുന്നതും ചില അടുത്ത് അറൗണ്ട് 25% നമ്മുടെ കാര്യം തന്നെയാണ്, നമ്മുടെ ഒരു ഇമോഷനാണ്. നമ്മൾ തന്നെ ഒരു കാര്യത്തിനെ സ്റ്റക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലെ എനർജി കൂടുന്നില്ല. സോ ഇവിടെ ഈ ഒരു കാർഡ്, ദാറ്റ് ഈസ് ഡെത്ത് കാർഡ് ആൻഡ് 2 of Swords കാർഡ് ആണ് പ്രേക്ഷകർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഇമോഷൻസിനെ ക്ലാരിഫൈ ചെയ്യൂ. ഓക്കെ, ക്ലാരിഫൈ ചെയ്യൂ, ബട്ടർ ക്ലാരിഫൈ ചെയ്യുന്ന മാതിരി. ദാറ്റ് ഈസ് മേളത്തെ ഛാച്ച് നമ്മൾ എടുത്തു മാറ്റും അല്ലേ, അപ്പം അത് എടുത്തു മാറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സർഫസിലിരിക്കുന്ന ഇമോഷൻസ് എന്താണ്? ഹെയ്റ്റ് ആണോ? നിങ്ങൾക്ക് ഒരാളോട് വെറുപ്പാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പാണോ? അതോ ദേഷ്യമാണോ? അതോ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നു, ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംസാരിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പ്രവർത്തിച്ചായിരുന്നെങ്കിൽ, ആ എങ്കിൽ എന്ന വാക്കാണോ നിങ്ങളെ ഏറെ ടെൻഷൻ എടുപ്പിക്കുന്നത്? ഓക്കെ, ഓർ നിങ്ങളുടെ ദേഷ്യമാണോ? ചില സമയത്ത് വേണ്ടാത്തടുത്ത് ദേഷ്യം വരേണ്ടാത്തടുത്തും ദേഷ്യം വരുന്നു. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ആ സർഫസിലിരിക്കുന്ന ഇമോഷൻ എന്താണ്, അത് കണ്ടുപിടിക്കൂ എത്രയും പെട്ടെന്ന്. ഓക്കെ, ആൻഡ് ആ ഇമോഷനെ ടാർഗറ്റ് ചെയ്യൂ. ദാറ്റ് ഈസ് അതിനെതിരെയുള്ള അഫർമേഷൻ, സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ഹീലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യൂ. സോ ദാറ്റ് നിങ്ങളുടെ ഈ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ ഈ സ്റ്റക്ക് എനർജി മാറിപ്പോകാൻ. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ നല്ലതാണ് ആസ് വെൽ. ഈ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങളുടെ ഭാവി, നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത്, അത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനം, ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് വെക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്റ്റെബിലിറ്റിയും കൊണ്ടുവരും. പക്ഷേ ഇത് രണ്ട് എനർജിയാണ്. ഒന്ന് റിസീവിങ് എനർജിയാണ്, ഒന്ന് ആക്ഷൻ്റെ എനർജിയാണ്. ഓക്കെ,
ദാറ്റ് ഈസ് നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മാസ്കുലിൻ എനർജി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സേക്രൽ ചക്ര, സോലാർ പ്ലെക്സസ് ചക്ര, ഇത് രണ്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥാനം, ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ ഉന്നതി അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്കുള്ളതാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് നിങ്ങളുടെ ഈ ടെൻഷൻ, നിങ്ങളുടെ ഈ ഇമോഷൻ എന്താണോ ഈ നിങ്ങളെ ഒത്തിരി വിഷമത്തിൽ വെക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ചിന്തകളെ വിഷമങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാര്യം, ആ കാര്യം നിങ്ങൾ എടുത്തു മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് വെറുതെ ആർക്കും വരാറില്ല. 9 ഓഫ് പെൻറ്റക്കിൾസ് സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ്. ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്കൊരു ഊർജ്ജമാണ്. ദാറ്റ് നിങ്ങൾക്കിത് എടുക്കാം, നിങ്ങൾക്കിതിൽ നിൽക്കാം, നിങ്ങൾക്കിതൊക്കെ അനുഭവിക്കാം, നല്ല സമ്പത്ത് അനുഭവിക്കാം, നല്ലൊരു വിശ്രമം അനുഭവിക്കാം, നല്ല ആൾക്കാർ, നല്ല കൂട്ടുകാർ അനുഭവിക്കാം, ശാന്തത, സമൃദ്ധി നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ അതിന് ചെയ്യേണ്ടത് ഈ ഇമോഷൻ എന്താണോ അതിനെ കണ്ടുപിടിക്കൂ, അതിനെ എടുത്ത് മാറ്റൂ. ഓക്കെ, സി സക്സസിൻ്റെ കാർഡാണ്. എഗെയിൻ സക്സസ് എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ ബാലൻസ്. ഓക്കെ, എന്താണോ നിങ്ങളുടെ ബാലൻസിലാണ് സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലർക്ക് ട്രാവലിംഗ്, ഗോ ഫോർ എ ട്രാവൽ. ഓക്കെ, എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകും, അറ്റ്ലീസ്റ്റ് ഒരു പാർക്കിൽ പോകും. നിങ്ങളുടെ മൈൻഡ്, ഓക്കെ, ഇഫ് മൈൻഡ് വളരെ ക്ലട്ടേർഡ് ആണെങ്കിൽ ആ ക്ലട്ടർ എടുത്തു മാറ്റാൻ ശ്രമിക്കൂ. ഇമോഷണൽ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഉയർച്ചയിൽ എത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇമോഷണൽ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ എന്ത്? സി, എല്ലാവരുടെ ലൈഫിലും എല്ലാവരും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ. ഓക്കെ, പക്ഷേ സന്തോഷിക്കാനുള്ള വകകൾ എന്തെല്ലാം? ഓക്കെ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആണ് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അത് കണ്ടുപിടിക്കൂ. ബിക്കോസ് ആ കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ സംതൃപ്തിയിലാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ സംതൃപ്തി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ദ ലവേഴ്സ് കാർഡ് ആണ് വന്നത്. സോ ചോയ്സ് നിങ്ങളുടേതാണ്. ഓക്കെ, സി ഐ വുഡ് സേ ചോയ്സിൻ്റെ കാർഡ് 2 ആണ്. ഓക്കെ, ഒന്ന് ഇതും വന്നിട്ടുണ്ട്. ആൻഡ് ചാരിറ്റ് കാർഡ് എഗെയിൻ ചോയ്സിൻ്റെ കാർഡാണ്. ഡെത്ത് കാർഡ് എഗെയിൻ ചോയ്സിൻ്റെ കാർഡാണ്. ബിക്കോസ് നിങ്ങൾക്ക് വിഷമങ്ങളിലിരിക്കണോ അതോ ആ വിഷമങ്ങളിൽ നിന്ന് വെളിയിലിറങ്ങുന്നോ എന്നതും ഡെത്ത് കാർഡിൻ്റെ ഒരു ചോയ്സാണ്. റൈറ്റ്? സോ 3 കാർഡാണ് നിങ്ങൾക്ക് ചോയ്സിൻ്റെ വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓൾ റൈറ്റ്, ഓക്കെ. Angels, what do you want to tell them? See, സക്സസ് ആണ്. അറ്റ്ലീസ്റ്റ് ഈ സക്സസ് നേടാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ്. റൈറ്റ് നൗ ഐ ഡോണ്ട് റിമെമ്പർ എന്ന്, പക്ഷേ ഞാൻ ചാനൽ ചെയ്ത സമയത്ത്, ഓക്കെ, മെസ്സേജസ് ചാനൽ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വന്നിരുന്നു. ദാറ്റ് ഈസ് ഒരു വെയിൽ ഇപ്പോൾ കടക്കുകയാണ്. വെയിൽ ഇൻ ദ സെൻസ് ഒരു മറവ്. ഓക്കെ, ആ മറവിൻ്റെ അപ്പുറത്ത് സക്സസ് ആണ്, പക്ഷെ അത് അറിയാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓഫ് ദ ഇമോഷൻസ്, നേരിടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിലൂടെ നമ്മൾ നേരിടുന്ന ട്രോമാസ്. ഓക്കെ, ആ ബുദ്ധിമുട്ടുകൾ നമ്മളെ എത്രത്തോളം ഹൃദയത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില ട്രോമാസ്, അതാണ് ഞങ്ങളുടെ സക്സസിനെ നിർത്തിവെക്കുന്നത്. ഇല്ലാതാക്കില്ല ഒരിക്കലും. ഒരു ഇമോഷനും ഒരു തെറ്റായ കാര്യം, ഒരു ജലസി നിങ്ങളുടെ സക്സസിനെ നിർത്തിവെക്കാൻ കഴിവുള്ളതല്ല, പക്ഷേ ഡിലേ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ ഇമോഷൻസ് തന്നെയാണ് പ്രേക്ഷകരുടെ സക്സസിനെ ഡിലേ ചെയ്യുന്നത്. ഓക്കെ, സോ അത് മാറ്റൂ. ബിക്കോസ് സക്സസ് നിങ്ങൾക്കാണ്. ഓക്കെ, ഐ ആം സക്സസ്ഫുൾ, ഐ ഫീൽ സക്സസ്. ഓക്കെ, ഐ ഫീൽ സക്സസ്, ഞാൻ സക്സസ് ഫീൽ ചെയ്യുന്നു എന്നത് പറയുക. ലിറ്ററലി എനിക്ക് ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ദാറ്റ് ഇതൊക്കെ വെറുതെയാണ് എന്ന് ആരോ പറയുന്നു. നിങ്ങളിപ്പോൾ ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ യെസ്, നിങ്ങൾക്കിത് വെറുതെ ആയിട്ട് തോന്നും. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് എഗെയിൻ ഈ വീഡിയോയിൽ വരൂ
ആൻഡ് ദെൻ കമൻറ്റ് സെക്ഷനിൽ എഴുതൂ വെദർ ഇത് വെറുതെ ആയിരുന്നോ എന്നത്. ഓക്കെ. റൊമാൻസ് മീൻസ് നിങ്ങളുടെ അടുത്ത് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ. ഒരു ലൈറ്റ് ഹാർട്ടഡ് എനർജി ഉള്ള ഒരു ആൾ ഉണ്ട് നിങ്ങളുടെ ലൈഫെങ്കിൽ അവരോട് സംസാരിക്കൂ. റൊമാൻസ് മീൻസ് പുതിയ തുടക്കങ്ങൾ ആണ്. സോ നിങ്ങൾ പുതിയ തുടക്കം ഇടൂ, ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഡിവൈൻ നോക്കിക്കോളൂ. ലൈറ്റിൻ്റെ എനർജിയാണ് എഗെയിൻ ഇവിടെ കാണിക്കുന്നത്. ചില പ്രേക്ഷകർ പീജൻസ് അല്ലെങ്കിൽ പീജനിൻ്റെ ഫെദർ ഏറെ കാണുന്നുണ്ടാകാം. ഓക്കെ. നോ എന്നതാണ് വന്നത്. വിൽ സി വാട്ട് ഇസ് നോ. ടെമ്പററി നോ ആണ്. സോ എന്താണ് നോ? എന്താണ് നോ? മൂൺ. സോ ഹിയർ സി ക്വീൻ ഓഫ് കപ്സ് ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. മൂൺ ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ക്വീൻ ഓഫ് കപ്സ്, ക്വീൻ എന്ന് പറയുന്നത് സ്വന്തം ഇൻറ്റ്യൂഷനിലെ എല്ലാ കാര്യം ചെയ്യും. മൂൻ്റെ എനർജിയിൽ പല പ്രേക്ഷകരും അവരവർക്ക് വേണ്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. മറ്റാൾക്കാർ എന്ത് പറയും, മറ്റാൾക്കാർ എന്ത് ചെയ്യും, മറ്റാൾക്കാർ എന്ത് ആലോചിക്കും, മറ്റാൾക്കാർ ആ എനർജിയിലാണ് നിൽക്കുന്നത്. വിടൂ. ബിക്കോസ് ഈ ആൾക്കാർ ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് കൂടെയുണ്ട്, നിങ്ങളുടെ ഏഞ്ചൽസ് കൂടെയുണ്ട്. ഈ ആൾക്കാർക്കൊപ്പം ആരുമില്ല. നിങ്ങൾ നോക്കൂ, എവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഡിവൈൻ എനർജി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോഴും ഡിവൈൻ എനർജി നിങ്ങൾക്കാണൊപ്പം. കാരണം ഇത് മൂൺ ആൻഡ് സണ്ണിൻ്റെ കൊലാബറേഷനാണ് ഇവിടെ. മൂൺ കാർഡ് ആണ്, പക്ഷെ മൂൺ ആൻഡ് സണ്ണിൻ്റെ കൊലാബറേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ വെട്ടം കാണിച്ചിരിക്കുന്നത് സണ്ണിൻ്റെ ഒരു പ്രതിഭയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. സോ അപ്പോഴും നിങ്ങളാണ് സ്ട്രോങ് റാദർ ദാൻ ബുലീസ് ആയാലും നിങ്ങൾക്ക് ശരിയാവാത്ത ആൾക്കാരായാലും അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് ആകാം. ചില ആൾക്കാരല്ല, ചില ബുദ്ധിമുട്ടുള്ള സർക്കംസ്റ്റൻസസ് ആണ്. ഓക്കെ. സോ ഇവിടെ പറയുന്നത് നോ ടു ദോസ് സർക്കംസ്റ്റൻസസ്. ഓക്കെ. ഒരേ ടൈപ്പിലെ സർക്കംസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ അതിനെ നോ പറയുക. ചില ആൾക്കാരുടെ ഡിസിഷൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നോ പറയുക. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ഓക്കെ. ടെമ്പററി നോ ആകാം. കാരണം ഇപ്പോൾ അവർ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാകില്ല, പിന്നീട് ചിലപ്പോൾ അവർ പറയുന്ന കാര്യം ശരിയാകാം. ഓക്കെ. ബട്ട് ഇപ്പോൾ തൽക്കാലത്തേക്കിന് നോ പറയുക. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് അർജൻറ്റ് മെസ്സേജസ് ആൻഡ് 2 അനൗൺസ്മെൻറ്റ്സ്. സോ അനൗൺസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കണം ഓർ ചാനൽ മെസ്സേജസ് ബുക്ക് ചെയ്യണം എന്നതുണ്ടെങ്കിൽ, ചാനൽ മെസ്സേജസ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഏതൊരു ഫാമിലി മെമ്പറിനും ഫ്രണ്ടിനും വേണ്ടിയിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. ടീമിനെ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ആൻഡ് ഹീലിംഗ് ബുക്ക് ചെയ്യേണ്ട നമ്പറിലും മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. എന്ത് മാറ്റങ്ങളാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു വീഡിയോ എൻലൈറ്റൻ എൻചാൻറ്റഡ് 11 ഞാൻ ഇട്ടിട്ടുണ്ട്. പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.